ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ബംഗ്ലാദേശിന്റെ വാർത്ത ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ആദ്യമായിട്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഇന്ന് ബംഗ്ലാദേശ് അനുഭവിക്കുന്ന യാതനകളും അതുപോലെ ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അവിടെ അനുഭവിക്കുന്ന പ്രയാസങ്ങളും 45 മിനിറ്റ് ആർമി കൊടുത്തു. ആ 45 മിനിറ്റിനകത്ത് പ്രധാനമന്ത്രി പദം രാജിവെച്ച് ഒരു കള്ളപ്പുള്ളിയെ പോലെ, ഒരു രാജ്യവിരുദ്ധനെ പോലെ, കൊലയാളിയെ പോലെ, ഭീകരവാദിയെ പോലെ ആ രാജ്യത്ത് നിന്ന് ഒളിച്ചോടേണ്ടി വന്ന ഷെയ്ഖ് ഹസീനയുടെ അതേ അവസ്ഥ നാളെ ഇന്ത്യക്കും നരേന്ദ്രമോദിക്കും വരാതിരിക്കണമെങ്കിൽ എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിൽ ഈ സാഹചര്യം ഉണ്ടായതെന്നും ആരാണ് ഇത്തരം ഒരു പ്രതിഷേധ പ്രകടനങ്ങൾക്ക് പിന്നിലെന്നും എന്താണ് അവരുടെ ലക്ഷ്യമെന്നും ഇന്ത്യയും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ നാട്ടിലെ കപട മതേതരവാദികളായ സെക്യുലറിസ്റ്റുകൾ എന്നാണ് അവര് തന്നെ പറയുന്നത്. അവരൊക്കെ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ് എന്ന് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇപ്പോ ബംഗ്ലാദേശിലെ സൈന്യം ഭരണം പിടിച്ചെടുത്തു. അതിന് പിന്നാലെ അവരുടെ രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീനയുടെ ജെട്ടിയും ബ്രായും കമ്പിൽ തൂക്കി പൊതുനിരത്തിലൂടെ എടുത്തിങ്ങനെ പൊക്കിക്കാണിച്ച് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുമ്പോൾ ആ രാജ്യത്തിന്റെ ഇസ്ലാമിക സംസ്കാരം എന്താണ് എന്ന് ജനങ്ങൾ അറിയുക, ലോകം വിലയിരുത്തുവാണ്. ഇപ്പോ ക്രിക്കറ്റ് ടീമിന്റെ മുൻ നായകനുണ്ട് മുഷറഫെ മൊർത്താസ. അദ്ദേഹത്തിന്റെ വീടിന് തീ വെച്ചിരിക്കുകയാണ് കലാപകാരികൾ. രാജിവെച്ച പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയിൽ നിന്നുള്ള പാർലമെന്റ് അംഗമാണ് മൊർത്താസ. ഈ മൊർത്താസയുടെ നാരയിലെ വീടാണ് അഗ്നിക്കിരയാക്കിയത്. ആലോചിക്കണം. ഷെയ്ഖ് ഹസീന ഇറങ്ങാൻ കാത്തിരിക്കുമായിരുന്നു ആ രാജ്യം തകർച്ചയിലേക്ക് പോകാൻ, അക്രമത്തിലേക്കും അരാജകത്വത്തിലേക്കും പോകാൻ, 6ാം നൂറ്റാണ്ടിന്റെ ഗോത്രീയതയിലേക്ക് പോകാൻ. കുൽന ഡിവിഷനിലെ നാരയിലെ 2 മണ്ഡലത്തിൽ നിന്നുള്ള MP ആണ് മൊർത്താസ. ഈ വർഷം ആദ്യ ബംഗ്ലാദേശിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പില് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗിന്റെ സ്ഥാനാർത്ഥിയായി തുടർച്ചയായി 2ാം തവണയും വിജയിച്ച വ്യക്തിയാണ് മൊർത്താസ. ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദം രാജിവെച്ച് രാജ്യം വിട്ടതിന് പിന്നാലെയാണ് മൊർത്താസയുടെ വീടിന് നേരെയും ആക്രമണം ഉണ്ടാകുന്നത്. പ്രക്ഷോഭകാരികളെ ഭീകരവാദികൾ എന്ന് പറഞ്ഞു പോയി പ്രധാനമന്ത്രി. സൈന്യം 45 മിനിറ്റാണ് കൊടുത്തത്. അവർക്ക് 4.5 മിനിറ്റ് പോലും വേണ്ടി വന്നില്ല രാജിവെക്കാൻ. എന്റെ സേവനം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെയും വേണ്ട എന്ന നിലപാട് ഷെയ്ഖ് ഹസീന എടുത്തു. ഈ MP ആയ മുൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായ മൊർത്താസയുടെ വീടിന് തീയിടുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അതിനിടയിൽ പാർലമെന്റ് പിരിച്ചുവിട്ടതായി പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ പ്രഖ്യാപിച്ചു. 2024 ജനുവരിയിൽ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് നിലവിൽ വന്ന പാർലമെന്റ് പിരിച്ചുവിടുന്നതായി മുഹമ്മദ് ഷിഹാബുദ്ദീൻ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. കര, നാവിക, വ്യോമസേന മേധാവികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും രാജ്യത്തെ പ്രമുഖരും പങ്കെടുത്ത യോഗത്തിലാണ് അദ്ദേഹം തീരുമാനമറിയിച്ചത്. ഒരു രാജ്യം എങ്ങനെയാണ് തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്നത് എന്ന് ബംഗ്ലാദേശ് നമുക്ക് കാണിച്ചു തരുവാണ്. ഭാവി പരിപാടികളാണ് ബംഗ്ലാദേശിനെ ഏറെ കുഴപ്പത്തിലാക്കുന്നത്. പാർലമെന്റിൽ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ ബംഗ്ലാദേശിലെ സ്ഥിതിഗതികളെ കുറിച്ച് വിശദീകരിച്ച് വിദേശകാര്യമന്ത്രി S ജയശങ്കർ സംസാരിക്കുകയാണ്. ബംഗ്ലാദേശിലെ പ്രശ്നം രൂക്ഷമായതിനെ കുറിച്ചും നിലവിലെ സാഹചര്യങ്ങളെ കുറിച്ചുമാണ്
അദ്ദേഹം യോഗത്തിൽ പങ്കെടുത്ത നേതാക്കളോട് വിശദീകരിച്ചത്. ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് എത്തിയതെന്നും അവർ ഇന്ത്യയിൽ തുടരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും യോഗത്തിൽ ജയശങ്കർ സംസാരിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, മല്ലികാർജുൻ ഖാർഗെ തുടങ്ങിയ ആളുകളൊക്കെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഷെയ്ഖ് ഹസീനയുടെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് എന്ന് തീരുമാനിച്ച് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്നതിന് വേണ്ടി സമയം നൽകുമെന്നാണ് ഈ യോഗം തീരുമാനിച്ചത്. ബംഗ്ലാദേശ് സൈന്യവുമായി കേന്ദ്ര സർക്കാർ ബന്ധപ്പെട്ടിരുന്നു. നിലവിലെ സാഹചര്യങ്ങൾ ഇതാണെന്നും ഉചിതമായ സമയത്ത് സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ഇന്ത്യൻ പൗരന്മാരായ 20,000-ഓളം ആളുകൾ ബംഗ്ലാദേശിലുണ്ട്. ഇതിൽ 8,000-ഓളം ആളുകൾ തിരികെ എത്തിയിട്ടുണ്ട്. ഇവരുമായി കേന്ദ്ര സർക്കാർ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ബംഗ്ലാദേശിലെ ഹൈക്കമ്മീഷൻ പ്രവർത്തനം തുടരുന്നുണ്ടെന്നും ജയശങ്കർ വ്യക്തമാക്കി. ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിലും ബംഗ്ലാദേശിലെ നിലവിലെ സംഭവങ്ങളില് പാകിസ്ഥാൻ ഏതെങ്കിലും രീതിയിലുള്ള പങ്കാളിത്തമുണ്ടോ എന്ന ചോദ്യവും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചു. കേന്ദ്രം ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ടെന്നും സാഹചര്യങ്ങൾ വിലയിരുത്തി വരികയാണെന്നുമാണ് ജയശങ്കറിന്റെ മറുപടി. ബംഗ്ലാദേശ് വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ കേന്ദ്ര സർക്കാരിന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷം പിന്തുണ നൽകിയത് സംബന്ധിച്ച് ജയശങ്കറും സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഹസീന ഇപ്പോഴും ഇന്ത്യയിൽ തുടരുകയാണ് എന്ന കാര്യവും യോഗത്തിൽ ജയശങ്കർ ആവർത്തിച്ചു. രാഷ്ട്രീയ അഭയം തേടി ഇവർ UK പോകാനാണ് സാധ്യത എന്ന വിവരവും ജയശങ്കർ പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോ ടാറ്റ, നമുക്കറിയാം ബംഗ്ലാദേശിന്റെ സ്റ്റോക്ക്, ഇന്ത്യയുടെ അയൽ രാജ്യമാണ് ബംഗ്ലാദേശ്. കാര്യങ്ങൾ അത്ര സുഗമമല്ല എന്ന കാര്യം ഇതിനോടകം തന്നെ നമുക്കറിയാം. ബംഗ്ലാദേശ് വലിയ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച ശേഷം ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുന്നു. സൈന്യം ഇനിയും രാജ്യത്തെ ഇടക്കാല സർക്കാരിനെ രൂപീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങൾ ഒന്നിലധികം ഇന്ത്യൻ കമ്പനികൾക്ക് വെല്ലുവിളി ഉയർത്തുന്നതാണ്. ഇവരൊരു കമ്പോളം എന്ന നിലയിലോ വിതരണ ശൃംഖലയുടെ ഘടകമായോ ബംഗ്ലാദേശുമായി സമ്പർക്കം പുലർത്തുന്നുണ്ട്. ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾ ഈ കമ്പനികളുടെ വരുമാനത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം. നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ടുന്ന ഓഹരികളും ഉണ്ട്. ഇന്ത്യയിലെ മികച്ച ലഗേജ് നിർമ്മാതാവാണ് കമ്പനിക്ക്. ബംഗ്ലാദേശിലെ 8 നിർമ്മാണ കമ്പനികളുണ്ട്. കമ്പനിയുടെ മൊത്തം ഉൽപാദനത്തിന്റെ ശേഷിയുടെ ഏകദേശം 30-35% ബംഗ്ലാദേശിൽ നിന്നാണ്. കമ്പനിയുടെ ഏറ്റവും പുതിയ വാർഷിക റിപ്പോർട്ട് പ്രകാരം സോഫ്റ്റ് ലഗേജ് ഡിമാൻഡ് കുറഞ്ഞതിനെ തുടർന്ന് ബംഗ്ലാദേശ് ഉൽപാദന കേന്ദ്രം പുനഃസംഘടിപ്പിച്ചു വരികയാണ്. തൊഴിലാളികളെയും കുറച്ചിട്ടുണ്ട്. കമ്പനിയുടെ അന്താരാഷ്ട്ര ബിസിനസിന്റെ ഒരു പ്രധാന ഘടകമാണ് ബംഗ്ലാദേശ്. ഇപ്പോൾ മൊത്തത്തിലുള്ള ടോപ്പ് ലൈനിന്റെ 4/1 ഇവിടെ നിന്നാണ്. മാരിക്കോയുടെ അന്താരാഷ്ട്ര വരുമാനത്തിന്റെ 44% ബംഗ്ലാദേശിൽ നിന്ന് വരുന്നുണ്ട്. മൊത്തത്തിലുള്ള ടോപ്പ് ലൈനിലേക്ക് വരുമ്പോൾ രാജ്യം ഏകദേശം 12% സംഭാവന ചെയ്യുന്നുണ്ട്. 2022 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ അന്താരാഷ്ട്ര ബിസിനസ് വിഹിതത്തിന്റെ 51% ബംഗ്ലാദേശിൽ നിന്നാണ്. 2027 സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടെ ഇത് 40-ൽ താഴേക്കാകാനാണ് മാരിക്കോ ലക്ഷ്യമിടുന്നത്. MGC, FMCG ഇതൊക്കെ ബംഗ്ലാദേശിലുള്ള വിൽപ്പനയുടെ എക്സ്പോഷർ ഉള്ള വലിയ കമ്പനികളാണ്. 3 കമ്പനികളുടെയും പ്രധാന വിപണികളിൽ ഒന്ന് തന്നെയാണ് ബംഗ്ലാദേശ്. അപ്പൊ ഇവരെയൊക്കെ സാരമായ രൂപത്തിൽ ഇത് ബാധിക്കും. ടാറ്റയുടെ കീഴിലുള്ള പ്രമുഖരുണ്ട്. ഹോങ്കോങ്ങിനും തായ്ലാന്റിനും ഒപ്പം ടാറ്റ ഗ്രൂപ്പ് കമ്പനിക്ക് സോഴ്സിംഗ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നാണ് ബംഗ്ലാദേശ്. രാജ്യം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് വ്യക്തമാക്കുന്ന കണക്കുകൾ കമ്പനി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഈ സാഹചര്യത്തിൽ തന്നെയാണ് ബംഗ്ലാദേശിന്റെ അവസ്ഥ മുന്നോട്ട് പോകുന്നതെങ്കിൽ കൂടുതൽ പ്രതിസന്ധികൾ രാജ്യങ്ങൾക്കുണ്ടാകും.
പല രാജ്യങ്ങളിലെയും ആ രാജ്യത്തിനകത്ത് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കുണ്ടാകും. ബംഗ്ലാദേശിൽ വലിയ രൂപത്തിൽ ഇപ്പോൾ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഈ കലാപത്തെ തുടർന്ന് ബംഗാളിലേക്ക് 1 കോടി ഹിന്ദുക്കൾ എത്തുമെന്ന് അവകാശപ്പെട്ട് പശ്ചിമ ബംഗാളിലെ BJP നേതാവ് സുവേന്ദു അധികാരി രംഗത്ത് വന്നിട്ടുണ്ട്. ബംഗ്ലാദേശിലെ പ്രക്ഷോഭം ആളിക്കത്തിക്കുന്നതിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് ഇന്ത്യയിൽ പലായനം ചെയ്ത സാഹചര്യത്തിലാണ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പരാമർശം. ബംഗ്ലാദേശില് ഹിന്ദു ന്യൂനപക്ഷം കൊല്ലപ്പെടുന്നു. നാഗ്പൂരിലെ കൗൺസിലർ കൊല്ലപ്പെട്ടു. സിറാജ്ഗഞ്ചിലെ 13 പോലീസുകാർ കൊല്ലപ്പെട്ടു. അതിൽ 9 പേർ ഹിന്ദുക്കളാണ്. ഒരുങ്ങിയിരിക്കുക, 1 കോടി ബംഗ്ലാദേശി ഹിന്ദുക്കൾ ബംഗാളിലേക്ക് വരുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇതൊക്കെ ഈ സാഹചര്യത്തിൽ പറയാൻ പാടുള്ളതാണോ? ഈ സാഹചര്യത്തിൽ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച്, പ്രതിസന്ധികളെ സംബന്ധിച്ചും അതിനെ എങ്ങനെ തരണം ചെയ്യാം എന്നതിനെ സംബന്ധിച്ചുമായിരിക്കും മിക്കവാറും രാജ്യം ചർച്ച ചെയ്യുന്നത്. ആഭ്യന്തര കലാപമാണ് പൊട്ടിപ്പുറപ്പെട്ടത്. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് പെട്ടെന്ന് തന്നെ രാജ്യം വിട്ട് പ്രധാനമന്ത്രി പദം പോലും വലിച്ചെറിഞ്ഞ് ജീവനും കൊണ്ട് ഓടേണ്ടി വന്നു. ഇത് സംബന്ധിച്ച സാഹചര്യം അന്വേഷിക്കുമെന്ന് UK പറഞ്ഞിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയോട് ആവശ്യപ്പെടുകയും ചെയ്തു ഇതിന്റെ അവലോകന റിപ്പോർട്ട് തയ്യാറാക്കണമെന്ന്. ബംഗ്ലാദേശിലെ നിലവിലെ സാഹചര്യത്തിൽ ആശങ്കയുള്ളതായും സംഘർഷം അവസാനിപ്പിക്കുന്നതിന് എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടുള്ള പ്രവർത്തനം ആവശ്യമാണെന്നും UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലെമ്മി പറഞ്ഞു. ബംഗ്ലാദേശിലെ അടുത്തിടെയുണ്ടായ സംഭവ വികാസങ്ങളിൽ UN-ന്റെ നേതൃത്വത്തിലുള്ള പൂർണ്ണവും സ്വതന്ത്രവുമായ അന്വേഷണം വേണമെന്ന് ഡേവിഡ് ലെമ്മി പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചകളിൽ ബംഗ്ലാദേശിൽ കണ്ടത് അത്യപൂർവമായ സംഘർഷങ്ങളും ജീവനാശങ്ങളുമാണ്. രാജ്യം ഒരു മാറ്റത്തിന്റെ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് സൈനിക മേധാവി വ്യക്തമാക്കിയ കാര്യവും ഡേവിഡ് ലെമ്മി ചൂണ്ടിക്കാണിച്ചു. ബംഗ്ലാദേശിന്റെ സമാധാനപരവും ജനാധിപത്യപരവുമായ ഭാവി ഉറപ്പുവരുത്തുന്നതിനായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നും ഡേവിഡ് ലെമ്മി പറഞ്ഞു. സർക്കാരിനെതിരെ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ 100ഓളം പേര് മരിക്കുകയും അതിനെ തുടർന്ന് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദം രാജിവെച്ച് നാടുവിടുകയും ചെയ്ത സാഹചര്യത്തിലാണ് വിഷയത്തിലുള്ള UK-യുടെ ഇടപെടൽ. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ അനന്തര തലമുറയ്ക്ക് സർക്കാർ ജോലിയിൽ 30% സംവരണം നൽകുന്നതിനെ ഒരു വിഭാഗം ആളുകൾ എതിർത്തു. ജൂലൈയിലാണ് രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിന്റെ തുടക്കം. കഴിഞ്ഞ 2 ദിവസമായി നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ നിയന്ത്രണാതീതമായിരുന്നു. കാരണം എതിരെയുള്ളത് ജമാഅത്തെ ഇസ്ലാമി വിഭാഗമാണ്. സുപ്രീം കോടതി സംവരണം 5% വെട്ടിക്കുറച്ചതിനെ തുടർന്ന് സംവരണ വിരുദ്ധ പ്രക്ഷോഭം ശമിച്ചിരുന്നതാണ്. പക്ഷെ ആ പ്രക്ഷോഭത്തിലെ മരണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഹസീന മാപ്പ് പറയണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉയർത്താനായിരുന്നു അടുത്ത സമരം. നിലവിൽ ഇന്ത്യയിൽ അഭയം തേടിയിട്ടുള്ള ഷെയ്ഖ് ഹസീന UK-യിലേക്ക് പോകുമോ, അതോ അതുവരെ ഇന്ത്യയിൽ മറ്റേതെങ്കിലും ഒരു രാജ്യം ഇവർക്ക് സംരക്ഷണം നൽകുന്നതുവരെ ഇന്ത്യയിൽ തന്നെ തുടരാനാണോ സാഹചര്യം എന്നതിനെ സംബന്ധിച്ച് ഇതുവരെ തീർപ്പ് വന്നിട്ടില്ല. ഷെയ്ഖ് ഹസീന രാജിവെച്ച് നാടുവിട്ടതിന് പിന്നാലെ രാജ്യം നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷെർപൂർ ജയിലിൽ നിന്ന് തടവുകാർ രക്ഷപ്പെടുത്തിയതാണ്. 500ഓളം തടവുകാർ ജയിൽ ചാടിയതായിട്ടാണ് വിവരം. രക്ഷപ്പെട്ട തടവുകാരിൽ ആയുധധാരികളുമുണ്ടെന്ന് സി ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഒരു രാജ്യം എങ്ങനെയാണ് തകർച്ചയിലേക്ക് പോകുന്നതെന്ന് നേരിട്ട് കാണുക. ഷെർപൂർ ജയില് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ മാത്രം അകലെയായതുകൊണ്ട് ഇന്ത്യയുടെ അതിർത്തികളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. രക്ഷപ്പെട്ടവരിൽ 20 പേർക്ക് തീവ്രവാദ ബന്ധമുണ്ട് എന്നാണ് വിവരം. 200 പേർക്കുണ്ടാവും. അതിർത്തിയിൽ നിന്ന് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് കൂടുതൽ സൈനികരെ വിന്യസിപ്പിച്ച് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഷെയ്ഖ് ഹസീന രാജിവെച്ചതോടെ അവരുടെ ഔദ്യോഗിക വസതി മുതൽ പാർലമെന്റ് വരെ കലാപകാരികൾ കയ്യേറിയിരുന്നു. അവരുടെ വസതിയിലേക്ക് ഇരച്ചെത്തിയ സംഘം അവിടെ കണ്ടതെല്ലാം മോഷ്ടിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. ബംഗ്ലാദേശ് പാർലമെന്റിലേക്ക് അതിക്രമിച്ചു കയറിയ ആളുകൾ അതിനകത്ത് കയറി അവിടെ ഇരുന്ന് പുകവലിക്കുന്നതിന്റെയും
സെൽഫി എടുക്കുന്നതിന്റെയും വീഡിയോ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ അവർ ആദ്യം കയ്യിലാക്കിയത് ഷെയ്ഖ് ഹസീനയുടെ അടിവസ്ത്രങ്ങളായിരുന്നു. ജട്ടിയും ബ്രായും ഒക്കെ കമ്പിൽ തൂക്കിപ്പിടിച്ചും കയ്യിൽ തൂക്കിപ്പിടിച്ചും പൊതുനിരത്തിലൂടെ വിജയകാഹളം മുഴക്കി മുന്നേറുന്ന ഈ ഇസ്ലാമിസ്റ്റുകൾ ലോകത്തിന് നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. ഇതാണ് ശരിയായ ഒരു മുഹമ്മദീയന്റെ സംസ്കാരം. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളെ വെറുതെ അങ്ങ് വിടാൻ പറ്റുമോ? അവരുടെ അനന്തര തലമുറയ്ക്ക് സർക്കാർ ജോലികളിൽ സംവരണം നൽകേണ്ടത് അനിവാര്യമല്ലേ? എല്ലാ രാജ്യവും നൽകുന്നതല്ലേ അത്? 300-ലധികം ആളുകൾക്കാണ് ആ പ്രക്ഷോഭത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. ഒരുപാട് ആളുകൾ പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിലാണ്. ബംഗ്ലാദേശിന്റെ ദാരിദ്ര്യത്തിൽ നിന്നും ബംഗ്ലാദേശിനെ ഉയർന്ന ഒരു സമ്പദ് വ്യവസ്ഥയിലേക്ക് കൊണ്ടുവന്ന ഒരു നേതാവാണ് ഷെയ്ഖ് ഹസീന. ഇവർക്കെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടായത് ഇവരുടെ സിരകളിലൂടെ ഓടുന്ന മതം കാരണമാണ്. ഇപ്പോ ഇവരുടെയൊക്കെ ഒരു കൾച്ചർ ഒന്ന് ആലോചിച്ചു നോക്കിക്കോ. സാരിയിൽ മാത്രമാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയെ നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് ഫുൾ സ്ലീവ് ബ്ലൗസ് ഇടും, എപ്പോഴും സാരിയുടെ തലപ്പ് കൊണ്ട് തലമറച്ചിരിക്കും. ഈ രൂപത്തിലാണ് നമ്മൾ അവരെ കണ്ടിട്ടുള്ളത്. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന രൂപത്തിൽ ഇന്ത്യ അവരെ ആദരിക്കുന്നു. ഒരു ഇന്ത്യക്കാർ എന്ന നിലയിൽ നമ്മളും ആദരിക്കുന്നു. പക്ഷേ വ്യത്യസ്തമായ തുണികളിലും ഡിസൈനിലുമുള്ള പല നിറങ്ങൾ ചേർന്ന സാരികളുടെ ഒരു വലിയ ശേഖരം തന്നെ ഷെയ്ഖ് ഹസീനയ്ക്കുണ്ടായിരുന്നു. അവർ ഇന്ത്യയിൽ സന്ദർശനത്തിന് എത്തുമ്പോഴെല്ലാം അവരുടെ സാരിയും മാധ്യമങ്ങളിൽ ചർച്ചയാകാറുണ്ടായിരുന്നു. ബംഗ്ലാദേശ് പ്രക്ഷോഭത്തിന് പിന്നാലെ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം പ്രാപിച്ച സാഹചര്യത്തിൽ ഈ പ്രക്ഷോഭകാരികളാകുന്ന ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന കാമഭ്രാന്തന്മാർ, കൊള്ളക്കാർ, കള്ളന്മാർ അവരുടെ വസതികളിലെത്തി സാധനങ്ങൾ മുഴുവനും കൊള്ളയടിച്ചു. അപ്പോഴും അവരുടെ സാരി തന്നെയാണ് വാർത്തകളിൽ നിറഞ്ഞു നിന്നത്, പ്രാദേശിക മാധ്യമങ്ങൾ മുഴുവനും. ചിലർ ഈ സാരി ഉടുക്കുക വരെ ചെയ്തു. ബ്ലൗസും അടിവസ്ത്രങ്ങളും ജട്ടിയും ബ്രായും ഒക്കെ പ്രക്ഷോഭകാരികൾ ഉയർത്തിക്കാട്ടുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്, വീഡിയോകളും. ഷെയ്ഖ് ഹസീനയുടെ സാരികൾ നിറഞ്ഞ സ്യൂട്ട് കേസ് സ്വന്തമാക്കിയ പ്രക്ഷോഭകാരി ഇത് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് സമ്മാനിക്കുമെന്നും അവരെ അടുത്ത പ്രധാനമന്ത്രിയാക്കുമെന്നാണ് വീഡിയോയിൽ പറയുന്നത്. ഇത് സോഷ്യൽ മീഡിയയിൽ വൈറൽ ചർച്ചയാണ്. ബന്ദാനി സിൽക്ക് സാരികളായിരുന്നു ഹസീനയുടെ ശേഖരത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നത്. താന്ത് കോട്ടൺ സാരി, ധാക്ക ബനാറസി സാരി, രാജ്ഷാഹി സിൽക്ക് സാരി, തസാർ സിൽക്ക്, മണിപ്പൂരി സിൽക്ക്, കദാൻ സാരി തുടങ്ങിയ 100 കണക്കിന് സാരികൾ ഷെയ്ഖ് ഹസീനയുടെ കളക്ഷനിൽ ഉണ്ടായിരുന്നു. അതൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയ മുസ്ലിം തീവ്രവാദികളായ കൊള്ളക്കാർ അതെടുത്ത് വീഡിയോയിൽ പറയുന്നു, ഞാനിത് എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയ്ക്ക് കൊണ്ടു കൊടുക്കുമെന്ന്. അധ്വാനിച്ച് കുടുംബത്തെ നോക്കാൻ പറ്റില്ല, സാരമില്ല, കൊള്ളയടി തന്നെ ആയിരുന്നില്ലേ ഇസ്ലാമിന്റെ മുഖമുദ്ര. ഇപ്പോ ന്യൂയോർക്കിലെ US ഹെഡ്ക്വാർട്ടേഴ്സില് ഇന്ത്യ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ താമരയുടെ രൂപം ഡിസൈൻ ചെയ്ത സാരിയാണ് അവർ ധരിച്ചിരുന്നത്. അവരുടെ സാരി എപ്പോഴും ചർച്ചയാണ്. ഐവറി നിറത്തിലുള്ള സാരിയുടെ കറുപ്പ് ബോർഡറിൽ ഗോൾഡൻ നിറത്തിലാണ് താമര ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനൊപ്പം ഡാർക്ക് ഗ്രീൻ നിറത്തിലുള്ള ഫുൾ സ്ലീവ് ബ്ലൗസ് ആയിരുന്നു അവർ ധരിച്ചത്. പവിഴമുത്തുകൾ കൊണ്ടുള്ള ആഭരണങ്ങളാണ് അവർ അധികവും ഉപയോഗിക്കാറുള്ളത്. വാഴനാരുകൊണ്ടുണ്ടാക്കിയ കലാപത്തി സാരിയും അവരുടെ കളക്ഷനിൽ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്കെത്തുകയാണ്. സാരിയുമായി ബന്ധപ്പെട്ട പരാമർശമാണ് കഴിഞ്ഞ ഏപ്രിലിൽ പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാനും അവർ ഉപയോഗിച്ചത് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ.
ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ പ്രതിപക്ഷ നേതാക്കൾ ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങളുടെ ഭാര്യമാരുടെ സാരികൾ ആദ്യം നിങ്ങൾ കത്തിച്ചു കളയാത്തത് എന്താണ് എന്നായിരുന്നു ഹസീനയുടെ ചോദ്യം. ഭരണകക്ഷിയായിരുന്ന അവാമി ലീഗിന്റെ യോഗത്തിലായിരുന്നു പ്രധാന പ്രതിപക്ഷമായിരുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്ക് നേരെ ഹസീന ആഞ്ഞടിച്ചത്. അധികാരത്തിലിരിക്കുന്ന കാലത്ത് ഇന്ത്യ സന്ദർശിച്ചിരുന്ന നാഷണലിസ്റ്റ് പാർട്ടി മന്ത്രിമാരും ഭാര്യമാരും അവിടെ നിന്ന് സാരി വാങ്ങി ബംഗ്ലാദേശിൽ വിറ്റിട്ടുണ്ടെന്നും ഹസീന വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഷെയ്ഖ് ഹസീനയുടെ സാരി ഇപ്പോഴും ചർച്ചയാകുന്നത്. ബംഗ്ലാദേശ് അതിർത്തിയിൽ വലിയ രൂപത്തിലുള്ള ജാഗ്രതാ സന്ദേശവുമായി ഏതാണ്ട് അജിത് ഡോവൽ രംഗത്തിറങ്ങിയിട്ടുണ്ട്. തിരക്കിട്ട നീക്കങ്ങളാണ് അതിനെതിരെ നടക്കുന്നത്. കാരണം ബംഗ്ലാദേശിന്റെ പാർലമെന്റ് കയ്യേറിയിട്ടുണ്ട്. എംപിമാരുടെ കസേരകളിൽ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന പ്രക്ഷോഭകാരികളുടെ വീഡിയോകളും വൈറലാണ്. അവർ ഈ സാഹചര്യത്തിൽ ഇനിയും രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്തായിരുന്നാലും വ്യത്യസ്തമായ സംഭവ വികാസങ്ങളിലൂടെയാണ് ബംഗ്ലാദേശ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിലെ പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ സംയമനം പാലിക്കാനും സമാധാനത്തിന് അനുകൂലമായി നിലകൊള്ളാനും മമതാ ബാനർജി ആവശ്യപ്പെട്ടു. ശാന്തത പാലിക്കണമെന്നും വർഗീയപരമായ പെരുമാറ്റത്തിൽ ഏർപ്പെടുകയോ നിയമം കയ്യിലെടുക്കുകയോ ചെയ്യാതിരിക്കണമെന്നും എല്ലാ സമുദായങ്ങളിലെയും ആളുകളോടും താൻ അഭ്യർത്ഥിക്കുന്നു എന്നാണ് മൺസൂൺ സെഷൻ അവസാനിച്ചതിന് ശേഷം നിയമസഭാ ചേംബറിൽ വെച്ച് മമതാ ബാനർജി പറഞ്ഞത്. സമാധാനം തകർക്കുന്ന ഒന്നും പോസ്റ്റ് ചെയ്യരുത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളോടും മറ്റെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. അക്രമത്തിനോ പ്രകോപനത്തിനോ കാരണമാകുന്ന അഭിപ്രായങ്ങളൊന്നും നിങ്ങൾ പറയരുത്. അവിടെയുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാർ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടാൽ ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും സർക്കാരുകൾ നോക്കിക്കോളും. ഇന്ത്യ സർക്കാർ പറയുന്നത് എന്താണോ അതിനനുസരിച്ച് സംസ്ഥാന ഭരണകൂടം പ്രവർത്തിക്കുമെന്ന് മമതാ ബാനർജി പറഞ്ഞു. സമാധാനത്തിനും ശരിയായ അവബോധത്തിനും വേണ്ടി എല്ലാ സമുദായ നേതാക്കളും സംസാരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ മന്ത്രിസഭയിലെ മുതിർന്ന സഹപ്രവർത്തകർക്ക് മമത നിർദ്ദേശം നൽകി. ബംഗ്ലാദേശിന്റെ ഈ സാഹചര്യത്തെക്കുറിച്ചും പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജിയെക്കുറിച്ചും ചോദിച്ചപ്പോൾ പ്രതികരിക്കാൻ മമത നിന്നില്ല. ബംഗ്ലാദേശിലെ സ്ഥിതിഗതികളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ആശങ്കയുണ്ട്. എന്നാൽ ബംഗാളിലോ രാജ്യത്തിലോ സമാധാനം തകർക്കുന്ന വികാരങ്ങളുടെ സ്വാധീനത്തിൽ എന്തെങ്കിലും എഴുതുകയോ പോസ്റ്റ് ചെയ്യുകയോ ചെയ്യരുത്. അതിന്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഇന്ത്യക്കാരായ ബംഗ്ലാദേശിൽ താമസിക്കുന്ന നമ്മുടെ സഹോദരങ്ങളായിരിക്കും. എല്ലാവരോടും BJP നേതാക്കൾ ചില കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അത് ഉചിതമല്ല എന്നും മമതാ ബാനർജി പറഞ്ഞു. കാരണം ഒന്നാമത്തെ കാര്യം, അവരൊക്കെ വളരെ പെട്ടെന്ന് പ്രകോപനമുണ്ടാകുന്ന ആളുകളാണ്. ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവരല്ല. അവര് വികാരത്തിന് അടിമപ്പെട്ടിട്ടാണ് എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നത്. അതുകൊണ്ടാണല്ലോ മുൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായ ഇവരുടെ തന്നെ പാർട്ടി അവാമി ലീഗിന്റെ പാർട്ടിയാണ് MP-യുടെ വീട് വരെ കത്തിക്കാൻ ഇവർ തയ്യാറായിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്നൊന്നും ഇവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോ ഷെയ്ഖ് ഹസീന രാജിവെച്ചതോടെ അവരുടെ രാഷ്ട്രീയ എതിരാളിയും മുൻ പ്രധാനമന്ത്രിയുമായ ഖാലിദ സിയയെ അവരിപ്പോ ജയിലിലാണ് മോചിപ്പിക്കാനും ഉത്തരവായി. പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ചെയർപേഴ്സൺ ആണ് ബീഗം ഖാലിദ സിയ. അവരെ ഉടൻ മോചിപ്പിക്കാൻ ഷഹാബുദ്ദീന്റെ നേതൃത്വത്തിലുള്ള യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചതായി പ്രസിഡന്റിന്റെ ഓഫീസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടയിൽ അറസ്റ്റിലായ മുഴുവൻ ആളുകളെയും മോചിപ്പിക്കാനും യോഗം തീരുമാനിച്ചതായി പ്രസിഡന്റിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി എന്നിവയുൾപ്പെടെ വിവിധ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രമുഖ നേതാക്കളും കരസേനാ മേധാവി ജനറൽ വക്കാർ ഉസ്മാനും നാവിക വ്യോമസേനാ മേധാവികളും യോഗത്തിൽ പങ്കെടുത്തു. 78 വയസ്സുള്ള ഖാലിദ സിയ അവരുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 2018 അഴിമതി കേസിൽ കുറ്റക്കാരിയാണ് എന്ന് കോടതി കണ്ടെത്തി 17 വർഷത്തെ തടവിന് ശിക്ഷിച്ചത്. ഖാലിദ സിയയും ഷെയ്ഖ് ഹസീനയും ദീർഘകാലമായി രാഷ്ട്രീയ എതിരാളികളാണ്. അനാഥാലയത്തിനുള്ള ട്രസ്റ്റിനു വേണ്ടി $2,50,000 കൈക്കലാക്കി അധികാരസ്ഥാനം ദുരുപയോഗം ചെയ്തതിന്റെ പേരിലാണ്
ഖാലിദാസിയക്കെതിരെയുള്ള പ്രധാന ആരോപണം നടന്നത്. എന്നാൽ ഈ ആരോപണങ്ങളെ പാർട്ടി തള്ളിക്കളയുകയാണ് ചെയ്തത്. രാഷ്ട്രീയ പ്രവേശനം തടയാനുള്ള നീക്കമാണിത് എന്നായിരുന്നു പാർട്ടിയുടെ വിശദീകരണം. ഇപ്പോ ഒന്നുമില്ല, ഈ ബംഗ്ലാദേശിന്റെ നിലനിൽപ്പിനു വേണ്ടി, ഈ രാജ്യത്തിന്റെ പിറവിക്കു വേണ്ടി അനേകായിരം സൈനികർ ജീവൻ കൊടുത്തിട്ടുണ്ട്. അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടുന്ന എന്തെങ്കിലും ആനുകൂല്യങ്ങൾ സംവരണ രൂപത്തിലെങ്കിലും രാജ്യം നൽകണം. ഇത് മാത്രമേ ഷെയ്ഖ് ഹസീന ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഈ ഒരു ആവശ്യം പോലും അംഗീകരിക്കാൻ പാർട്ടി തയ്യാറായിരുന്നില്ല. അതിന്റെ പേരിലാണ് ഇക്കണ്ട കോലാഹലങ്ങളൊക്കെ ഇവരുണ്ടാക്കി തീർത്തിരിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലും ഇതുണ്ടാകത്തില്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ രാജ്യത്തും ഇതുപോലെയുള്ള ഭീകരന്മാരുണ്ട്. ഈ ഭീകരന്മാർ ഇസ്ലാമിക രാജ്യത്തിനു വേണ്ടിയാണ് ഈ ഉറക്ക നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെത്തിയതോടുകൂടി നിർണായകമായ കൂടിക്കാഴ്ചയാണത്. ബംഗ്ലാദേശിലെ നിലവിലെ സാഹചര്യങ്ങളും പുതിയ സംഭവ വികാസങ്ങളെ കുറിച്ചുമൊക്കെ സൂക്ഷ്മമായി ഇന്ത്യ നോക്കിക്കാണുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. ഗാസിയാബാദിലുള്ള ഹിൻഡൺ എയർബേസിലെത്തിയ ഷെയ്ഖ് ഹസീനയെ വിദേശകാര്യ ഉപദേഷ്ടാവായ അജിത് ഡോവലാണ് സന്ദർശിച്ചത്. 1 മണിക്കൂറിലധികം നീണ്ട കൂടിക്കാഴ്ചയ്ക്കൊടുവിൽ അജിത് ഡോവൽ എയർബേസിൽ നിന്നും മടങ്ങിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ലോക്സഭയിലെ വർഷകാല സമ്മേളനം നടക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ബംഗ്ലാദേശ് പ്രതിസന്ധിയെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. കലാപം രൂക്ഷമായിരിക്കുന്ന സാഹചര്യമാണ് ഇന്ന് ബംഗ്ലാദേശ് നേരിടുന്നത്. ജയിലുകളിൽ നിന്നും 100 കണക്കിന് ഭീകരർ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ജയിലുകളിലുള്ള ആയുധങ്ങൾ മോഷ്ടിക്കുകയും പല ആളുകളെയും കൊലപ്പെടുത്തുകയും ചെയ്ത ഭീകരവാദികളായ ആയുധധാരികൾ രാജ്യത്ത് അരങ്ങേറുകയാണ്. അതുകൊണ്ട് ഇപ്പോ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ കലാപകലുഷിതമായ ഒരു സാഹചര്യമാണുള്ളതെന്നും അതുകൊണ്ട് സ്വന്തം രാജ്യത്തിലേക്കോ രാഷ്ട്രീയത്തിലേക്കോ മടങ്ങുന്നതിനെ കുറിച്ച് ഇനിയും തനിക്ക് ആലോചിക്കേണ്ടി വരുമെന്നുമാണ് ഷെയ്ഖ് ഹസീന പറയുന്നത്. മകനും മുൻ മുഖ്യ ഉപദേഷ്ടാവുമായ സാജിബ് വജേദ് ജോയിയാണ് BBC-യോട് ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യത്തെ പരിഷ്കരണ പാതയിലേക്ക് നയിക്കാൻ ശ്രമങ്ങൾ നടത്തിയിട്ടും പൊതുജനവികാരം തനിക്കെതിരായതുകൊണ്ട് നിരാശ കാരണമാണ് രാജിവെക്കാൻ തീരുമാനിച്ചത് എന്നായിരുന്നു ജോയി പറഞ്ഞത്. ഹസീന അധികാരത്തിലേറുമ്പോൾ ഒരു പരാജയപ്പെട്ട രാജ്യമായിരുന്നു ബംഗ്ലാദേശ്, ഒരു ദരിദ്ര രാജ്യമായിരുന്നു. ഏഷ്യയിലെ കുതിച്ചു വരുന്ന കടുവകളിൽ ഒന്നായിട്ടാണ് ഇന്ന് വരെ ബംഗ്ലാദേശിനെ കണക്കാക്കിയിരുന്നത്. ജോയി പറഞ്ഞു. എന്നാൽ ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിൽ അഴിമതിയും സ്വജന പക്ഷപാതവും മാത്രമല്ല പൗര സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുന്നതായും പരാതികൾ ഉയർന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതൊക്കെ ഹസീന കൊണ്ടുവന്ന സാമ്പത്തിക പുരോഗതിക്കും വികസന നേട്ടങ്ങൾക്കും മേൽ കരിനിഴൽ വീഴ്ത്തുകയാണ് ഉണ്ടായത്. അതേസമയം മറ്റൊരു വശത്ത് രാഷ്ട്രീയ അഭയം ലഭിക്കുന്നതുവരെ ഹസീന ഇന്ത്യയിൽ തന്നെ തുടർന്നേക്കുമെന്നാണ് റിപ്പോർട്ട്. ആഭ്യന്തര കലാപം രൂക്ഷമായതിനു പിന്നാലെ പ്രധാനമന്ത്രി പദം രാജിവെച്ച ഹസീന രാജ്യം വിട്ട് തിങ്കളാഴ്ച വൈകുന്നേരം ഡൽഹിയിൽ വിമാനമിറങ്ങിയിരുന്നു. ഇന്ത്യയിൽ നിന്ന് ലണ്ടനിലേക്ക് പോകാനായിരുന്നു അവരുടെ പദ്ധതി. UK-യിൽ രാഷ്ട്രീയ അഭയം നേടാനാണ് ഹസീനയുടെ നീക്കം. 76-കാരിയായ ഹസീന സഹോദരി രഹാനയ്ക്കൊപ്പമാണ് ബംഗ്ലാദേശ് വിട്ടത്. രഹാനയ്ക്കാണെങ്കിൽ ബ്രിട്ടീഷ് പൗരത്വമുണ്ട്. അതേസമയം ഹസീനയ്ക്ക് രാഷ്ട്രീയ അഭയം നൽകുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് UK-യിൽ നിന്ന് ഇതുവരെ ഒരു പച്ചക്കൊടി വന്നിട്ടില്ല. ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഹസീനയുടെ ഇളയ സഹോദരിയാണ് രഹാന. ഇവരുടെ മകൾ തുലിപ് സിദ്ദീഖ് ബ്രിട്ടീഷ് പാർലമെന്റിലെ ലേബർ പാർട്ടിയുടെ അംഗവുമാണ്. ഹസീന രാജിവെച്ചതിന് പിന്നാലെ ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രിയും മുഖ്യ പ്രതിപക്ഷ നേതാവുമായ ഖാലിദാസിയയെ വിട്ടയക്കാൻ പ്രസിഡന്റ് മുഹമ്മദ് ഷിഹാബുദ്ദീൻ ഉത്തരവിട്ടതിന് പിന്നാലെ അവരുടെ പാർട്ടികൾ അത് ആഘോഷിക്കുവാണ്. അത് ഷെയ്ഖ് ഹസീനയുടെ പരാജയം ചൂണ്ടിക്കാണിച്ചിട്ടാണ് അവർ പൊതുനിരത്തുകൾ കൈയടക്കിയിരിക്കുന്നത്.
ഖാലിദാസിയയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി പ്രതിനിധിയും ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധിയും സൈനിക മേധാവി ജനറൽ വക്കാർ ഉസ്മാനും അടക്കമുള്ള ആളുകൾ യോഗത്തിൽ പങ്കെടുത്ത തീരുമാനമായിട്ടുണ്ട്. അപ്പോ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഏത് രൂപത്തിലാണ് ഇവർ കാണുന്നത് എന്ന് ആലോചിച്ച് നോക്കിക്കോ. നമുക്കറിയാം, ഒരുപക്ഷെ ഇന്ത്യ മഹാരാജ്യത്ത് കേരളം എന്ന ഒരു സംസ്ഥാനം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പരിഹസിക്കുകയും ട്രോളുകയും വിമർശിക്കുകയും വധഭീഷണികൾ ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തതിനേക്കാൾ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ഇത്രയധികം വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ടാവില്ല. മോദിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പറയാം, എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യട്ടെ. എന്നെ കൊല്ലാൻ നടക്കുന്ന ആളുകളുടെ ലിസ്റ്റ് എടുത്ത് മനസമാധാനം നഷ്ടപ്പെട്ട് അവരിനി എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കി ആകുലപ്പെട്ട് ജീവിക്കാൻ എനിക്ക് സമയമില്ല. വളരെ കുറച്ച് സമയം, കൂടുതൽ പ്രവൃത്തികൾ എനിക്ക് ചെയ്യാനുണ്ട് എന്ന് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നമുക്ക് കാണിച്ചു തരുവാണ്. നൂപുർ ശർമ്മ പ്രവാചകനെ അവഹേളിച്ചു എന്നാരോപിച്ചു. അവരെ പിന്തുണച്ചതിന്റെ പേരിൽ കനയ്യലാൽ എന്ന തയ്യക്കടക്കാരനെ സാഹസികമായും മൃഗീയമായും കഴുത്തറുത്ത് കൊല ചെയ്ത് ആ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മാധ്യമങ്ങളിൽ പകർത്തിയിട്ട് പ്രചരിപ്പിച്ചിട്ട് ആ രണ്ട് യുവാക്കളും ആ കത്തിയും പൊക്കിപ്പിടിച്ചു പറഞ്ഞത്, അടുത്തതായി ഈ കത്തി നരേന്ദ്രമോദിയുടെ കഴുത്തറുക്കാനാണ് പോകുന്നത് എന്നായിരുന്നു. എന്നിട്ടും നരേന്ദ്രമോദി അവർക്കെതിരെ കേസെടുത്തിട്ടില്ല. അദ്ദേഹത്തെ വധഭീഷണി ഉയർത്തി എന്നതിന്റെ പേരിൽ, കനയ്യലാലിനെ കൊലപ്പെടുത്തിയതിന്റെ പേരിൽ മാത്രമേ കേസെടുത്തിട്ടുള്ളൂ. മാവിലേക്ക് നമ്മൾ എറിയുന്നത് കല്ലുകളാണ്. ആ മാവ് നമുക്ക് വീഴ്ത്തിത്തരുന്നത് മാമ്പഴങ്ങളാണ്. ഒരിക്കലും ഒരു മാമ്പഴ പുളിശ്ശേരി എനിക്ക് വേണമെന്നോ, ഒരു മാങ്ങാ ചമ്മന്തി എനിക്ക് വേണമെന്നോ, മാങ്ങയിട്ട മീൻകറി എനിക്ക് വേണമെന്നോ മാവ് ആവശ്യപ്പെട്ടിട്ടില്ല. അതുപോലെ ഈ രാജ്യത്തെ സേവിക്കുന്ന പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ദൗത്യം പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാമ്പഴമുള്ള മാവിൽ കല്ലേറു വരും. അപ്പോ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഈ രൂപത്തിൽ അവഹേളിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വേദനയുണ്ട്. ആ ജമാഅത്തെ ഇസ്ലാമിയാണ് അവിടെ ചെയ്യുന്നതെങ്കിൽ അതേ ജമാഅത്തെ ഇസ്ലാമി ഈ കേരളക്കരയിലും ഉണ്ട് എന്ന് ഓർത്തു വെച്ചാൽ നന്ന്. ആ സ്വരൂപേ, നിന്റെ അച്ഛനാണ് ദിവസക്കൂലി കൊണ്ടു തരുന്നത്. കുറച്ച് നിനക്കും കൂടി വേണോ? ഇപ്പൊ കൊണ്ടു തന്നിട്ട് പോയിട്ടേ ഉള്ളൂ. നിനക്ക് വേണമായിരുന്നോ? ഷാജിദ നമസ്തേ. അപ്പൊ നമുക്കിനി പിന്നെ കാണാം. നന്ദി.